സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മലയാള സിനിമയായിട്ട് കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയെ തിരഞ്ഞെടുത്തു. കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ഒരാളുടെ ജീവിതത്തെ പറ്റിയാണ്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളല്ല, അയാളുടെ കുടുംബത്തെപ്പറ്റിയും അവരുടെ പൊതുജീവിതത്തെപ്പറ്റിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതായാലും ഈ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയതിന് ശേഷം ഇതൊരു വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വിവാദത്തിന് കാരണം ഈ സിനിമ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ KCBC അവരെ കൺസേൺ ചെയ്യിച്ചിരിക്കുന്നു. അവർ ഈ സിനിമയുടെ ഇതിവൃത്തത്തെ പറ്റി, അതിനൊരു അവാർഡ് കൊടുത്തതിനെ പറ്റിയൊക്കെ വലിയ ആശങ്കാകുലരാണ്. ഈ കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയെപ്പറ്റി കൺസേൺ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ KCBC ആണ്, അതായത് കത്തോലിക്ക ബിഷപ്പുമാരുടെ കൗൺസിൽ. ഈ ബിഷപ്പുമാരുടെ ഇതിനെപ്പറ്റിയുള്ള ഒരു കൺസേണിൻ്റെ കാരണം ഈ സിനിമ പറയുന്നത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളുടെ ജീവിതത്തെ പറ്റിയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് കേരള സർക്കാർ അവാർഡ് കിട്ടി. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കൊടുത്തത് അത് കേരള സർക്കാർ, അതായത് ഒരു ഇടതുപക്ഷ സർക്കാർ അതിന് അംഗീകാരം, അതായത് ഹോമോസെക്ഷുവാലിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ യുവജന സംഘടന, അവരുടെ മാത്രമല്ല അവരുടെ കുട്ടികളുടെ സംഘടന, ഈ SFI പോലെയുള്ള സംഘടനകളെല്ലാം തന്നെ ഹോമോസെക്ഷുവാലിറ്റിക്ക് പോസിറ്റീവായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അതാണ് ഈ കത്തോലിക്ക ബിഷപ്പുമാരുടെ ഒരു കൺസേൺ ഇതിനെപ്പറ്റിയുള്ളത്. ഈ കത്തോലിക്ക ബിഷപ്പുമാരുടെ ഈ ഒരു കൺസേൺ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡും ചിന്തിക്കണമല്ലോ. കത്തോലിക്ക ബിഷപ്പുമാരുടെ ഇതിനകത്തുള്ള ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് അവർ ഹോമോസെക്ഷുവാലിറ്റിക്ക് എതിരാണ്. അതുമാത്രമല്ല, അവരുടെ ഈ കുടുംബ ട്രഡീഷണലായിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ടുള്ള ഒരു കുടുംബ കൺസെപ്റ്റാണ് അവർക്കുള്ളത്. അതായത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ, അപ്പം പൊതുവെയുള്ള സാഹചര്യത്തിലും അത് തന്നെയാണ് അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അതായത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധവും വലിയ കുടുംബങ്ങളും, അതായത് വലിയ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വേറൊരു ബിഷപ്പ് പറഞ്ഞിരുന്നു, ഈ ഒരുപാട് കുട്ടികളുള്ള, അതായത് 2ഉം 3ഉമല്ല അതിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക പാരിതോഷികം കൊടുക്കും എന്ന് പറഞ്ഞു. അതായത് അവർക്ക് കത്തോലിക്ക സഭയിലുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ ഒരു കൺസേൺ അവർക്കുണ്ട് കുറേ നാളുകളായിട്ട്. ഈ കത്തോലിക്ക ബിഷപ്പുമാരുടെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോമോസെക്ഷുവാലിറ്റിയെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള തീമുകളെ, ഇങ്ങനെയുള്ള ഒരു പുതിയ സബ്ജക്റ്റുകളെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിന് വലിയ കോട്ടമാകും എന്ന് പറയുന്നതാണ് അവരുടെ ഒരു കൺസേൺ. അത് ആഗോളതലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്. പക്ഷേ ട്രഡീഷണലായിട്ട് നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നും ഈ പറയുന്ന പോലെ ഹോമോസെക്ഷുവാലിറ്റിക്കും ഒക്കെ എതിരാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഹോമോസെക്ഷുവാലിറ്റിക്കൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് പൊതുവേ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കത്തോലിക്ക പ്രത്യേകിച്ചും കേരളത്തിലെ ഈ KCBC വളരെ അധികം അതിനകത്ത് ആശങ്കാകുലരാണ്. ഈ കത്തോലിക്ക സഭയുടെ ഈ ഒരു കൺസേൺ, അത് അവരുടെ ഒരു കൺസേൺ ആയിട്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഈ എല്ലാ കാര്യത്തിനും ഈ ഇടതുപക്ഷ യുവജന സംഘടനയൊന്നും ഇതിന് മറുപടി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ അതൊരു അവരുടെ ഒരു കൺസേണാണ്. അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ വഴിക്ക് വിടുക. പിന്നെ എല്ലാത്തിനും അവർ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഈ ശബരിമലയൊക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് സമൂഹം എന്തുമാത്രം പോളറൈസ്ഡായി, എന്തുമാത്രം രണ്ടായിട്ട് തിരിഞ്ഞു. അതായത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു വശത്തും ഈ മോഡേൺ ചിന്താഗതിക്കാർ വേറൊരു വശത്തും എന്നുള്ള രീതിയിൽ സമൂഹം രണ്ടായിട്ട് വിഭജിക്കപ്പെടും. അതാണ് ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ തന്നെ ഈ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ സിനിമയിൽ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെ പറയുന്നതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീക്വൻസോ ഒരു സീനോ ഒന്നുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ തമ്മിൽ കാണുകയോ ഒന്നുമില്ല. അതേ സമയത്ത് തന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഈ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജ്യോതിക എന്ന് പറയുന്ന നടിയുടെ കഥാപാത്രം, അവരുടെ ജീവിതം അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പാർട്ട്ണറായിട്ട് ജീവിതത്തിൽ വരുന്ന ആൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാതെയാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ
അവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ് എന്ന് പറയുന്ന ഒരു സാധനം വ്യക്തമായിട്ടും വളരെ ഡിസിപ്ലിനോട് കൂടിയും കാണിച്ചിട്ടുണ്ട്. ഇവർ ഈ മമ്മൂട്ടിയുടെ ഈ ഒരു ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള ഒരു ബന്ധം അറിയുന്നതും അതിനുശേഷമുള്ള അവരുടെ ജീവിതം വൃത്തിയായിട്ട് സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ ഒരു ഇതിവൃത്തമാണ് കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ഇവർക്കൊരു കൺസേൺ ഉണ്ടാകാനുള്ള കാരണം. ഏതായാലും ഇത് വലിയൊരു തരത്തിലേക്ക് വളരത്തില്ല എന്ന് വിചാരിക്കാം. അതിനെ അവരുടെ സഭയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ഇടതുപക്ഷ യുവജന സംഘടനകളൊക്കെ ഒരു വലിയ രീതിയിൽ ഇതിന് റിയാക്ട് ചെയ്ത് വന്നിട്ടില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇത് ഒരു മോശമായ തലത്തിലേക്ക് പോകത്തില്ല. കല അതിൻ്റെ വശത്തും ഈ റിലീജിയൻ മതപരമായിട്ടുള്ള വിശ്വാസം അതിൻ്റെ സ്ഥലത്തും തന്നെ നിൽക്കും എന്ന് വിചാരിക്കാം.